ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ ചിത്രശലഭങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. വിസ്മയം തീർത്ത വിരുന്ന് സൽക്കാരം, അതാണ് എന്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതികഠിനമായ വിശപ്പ് സഹിച്ച് അവർ യുദ്ധഭൂമിയിൽ കിടന്ന് കീറുകയാണ്. ഈ രംഗം കണ്ട് ജാബർ റളിയല്ലാഹു അൻഹുക്ക് സഹിച്ചില്ല. ജാബർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയുമോ കൂട്ടുകാരെ? വേഗം ഒരു ആട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പും അവർ സംഘടിപ്പിച്ചു തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! വെപ്രാളത്തോടുള്ള വിളി കേട്ട് സുഹൈല ബേബി ഓടി വന്നു. ഭർത്താവിന് മുന്നിൽ വന്നു നിന്നു. മുത്തുനബിക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം തയ്യാറാക്കൂ. ജാബർ റളിയല്ലാഹു അൻഹു കത്തിക്ക് മൂർച്ച കൂട്ടി ആടിനെ അറുത്തു. പിന്നെ വീട്ടിലെന്താ നടന്നതെന്ന് ജാബർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല കൂട്ടുകാരെ. ജാബർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്ന രംഗം തന്റെ 2ഉം 4ഉം വയസ്സുള്ള പിഞ്ചു കണ്ണുകൾ നോക്കിക്കണ്ടിരിക്കുന്നു. മൂത്തവൻ അനിയവനോട് ചോദിച്ചു, അനിയ, വാപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുക്കട്ടെ? എന്താണ് മരണമെന്നോ എന്താണ് അറവെന്നോ നിശ്ചയമുണ്ടായിരുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ അവർ. മൂത്തവൻ അനിയവനെ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്! തന്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാറായ കണ്ണുകൾ ഇക്കാക്കയെ ദയനീയമായി നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ അവിടം വിട്ടോടി. ഓടുന്നതിനിടയിലാണ് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. അവൻ നേരെ കത്തിയിലേക്ക് തെന്നി വീണു. ഇന്നാലില്ല! ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. സഹിക്കാനാവുമോ ഇത് സുഹൈല ബീവിക്ക്? ഇല്ല. സ്നേഹനിധിയായ ഉമ്മ ഇതെങ്ങനെ സഹിക്കും? ലോകത്തുള്ള ഒരു ഉമ്മക്കും ഇത് സഹിക്കാനാവുകയില്ല. അങ്ങനെ ജാബർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് നബിയും സഹാബത്തും ജാബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. സുഹൈല ബീവി ആകെ ബേജാറായി. കടൽ പോലെ പ്രശുദ്ധമായിരുന്നു സുഹൈല ബീവിയുടെ മനസ്സ്. അതിൽ ഒരു വശത്ത് പ്രവാചകനോട് അതിരുകളില്ലാത്ത സ്നേഹം ഓളം വെട്ടുന്നു. അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ സുഹൈല ബീവിയെ വാരി പുണർന്നപ്പോൾ അല്പസമയത്തേക്ക് ക്ഷമ കിട്ടി. അങ്ങനെ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജാബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടുള്ള വിളി കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല! സുഹൈല ബീബി നബിക്കും സഹാബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുകയും നബി കഴിക്കാനിരിക്കുകയും ചെയ്തു. അപ്പോഴാണ് നബിയുടെ ഒരു ചോദ്യം, ജാബർ, നിന്റെ മക്കളെവിടെ? ജാബർ റളിയല്ലാഹു അൻഹു സുഹൈല ബീവിയോട് ചോദിച്ചു. സുഹൈല ബീവി വിഷയം മാറ്റാൻ പല തരത്തിലും ശ്രമിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും മക്കളെ ചോദിച്ചു. ഒടുവിൽ ഒരു വ്യക്തതയോടെ സുഹൈല ബീവി തുറന്നു പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബർ റളിയല്ലാഹു അൻഹു എല്ലാം നബിയോട് പറഞ്ഞു. നബി പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബനൈ ജാബർ, ജാബറിന്റെ 2 മക്കളെ, ഇങ്ങ് വരൂ. അത്ഭുതം, അത്യാത്ഭുതം! അതാ ചോരയിൽ പുതച്ചു മൂടിയ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അനുസരണയുള്ള മക്കളെ പോലെ അതാ ഉയർത്തെഴുന്നേറ്റു വരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ ആയില്ല. അസ്സലാമു അലൈക്കും.